ഇവിടെ നമ്മുടെ ബാലഗോപാൽ ചെയ്തത് വലിയ മണ്ടത്തരമായിരുന്നു. അവസാനം ഒരു 2 റുപ്യ വെറുതെ കൂട്ടി. അതെന്തിനാന്ന് പറഞ്ഞെന്നറിയോ? ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ്. ക്ഷേമ പെൻഷനും ഇല്ല, ഇതും ഇല്ല. ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ വമ്പിച്ച നഷ്ടത്തിലേക്ക് ചെന്ന് ചാടി. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് അതിനേക്കാളും വലിയ നഷ്ടത്തിൽ ചെന്ന് ചാടി. അപ്പൊ ഗവൺമെന്റിന് കിട്ടിയ 2 രൂപയേക്കാളും 2.25 രൂപ നഷ്ടമാണ് ചെയ്തത്. അപ്പൊ അത് ഇതിന്റെ ഫലമായിട്ട് ചരക്ക് കൂലി കൂടി, നമ്മുടെ എല്ലാ തരത്തിലുള്ള കൂലികളും കൂടി. ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ധാരാളം ഫാക്ടറികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ അവിടത്തേക്ക് ഫർണസുകൾ നിങ്ങൾ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് പറയാണ്. ഈ ഫർണസുകൾ, പ്രധാനപ്പെട്ട ഒരു ഫർണസ് ഓയിലുകളുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ആവി ഉണ്ടാക്കുന്ന, സ്റ്റീം ഉണ്ടാക്കുന്ന ബോയിലറുകളുണ്ടല്ലോ. ആ ബോയിലറുകളിലൊക്കെ ഇപ്പൊ പലരും ബയോഫ്യൂൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ. ഞാൻ അതിന് വേണ്ടിയിട്ട് വലിയൊരു ക്യാമ്പയിൻ ഒരു കാലത്ത് ചെയ്തിരുന്നു, ബയോമാസ് ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനൊന്നും ഗവൺമെന്റിന്റെ വലിയ പിന്തുണ പിന്നീട് കിട്ടിയില്ല. പക്ഷേ ഒരു ഫ്യൂവലിന് വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നൂറുകണക്കിന് ലിറ്റർ, ആയിരക്കണക്കിന് ലിറ്റർ ആവശ്യമുള്ള ബോയിലറുകളും അതേപോലെ തന്നെ ഈ ഫർണസ് നടത്തേണ്ട ആൾക്കാർക്കുമൊക്കെ നമ്മൾ ഈ സാധാരണ വണ്ടിക്ക് മാത്രമല്ല, ഉൽപാദനത്തിൽ തന്നെ വില വർദ്ധിക്കും. ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഫീഡ്സ്, ഉദാഹരണത്തിന് ഞാൻ അവിടെ പോയി പഠിച്ചിട്ടുള്ളതാണ്. ഇരിഞ്ഞാലക്കുടയിലെ നമ്മുടെ ഉൽപ്പാദിപ്പിക്കാൻ അടുത്തുള്ള ഒരു സ്ഥാപനം ഉണ്ടല്ലോ, പ്രൈവറ്റും ഉണ്ട് നമ്മളും ഉണ്ട്. അത് ഏത് സ്ഥാപനമാണെങ്കിലും നമ്മൾ ഒരു കാലിത്തീറ്റ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൽ പോലും ഈ ഫർണസ് ഓയിലിന്റെ വില ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ അതിൻ്റെയൊക്കെ വില കൂടുമ്പോൾ ഈ കാലിത്തീറ്റയുടെ വില കൂടും. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും കാലിത്തീറ്റ കൊണ്ടുവരാനുള്ള ചെലവ് കൊണ്ടല്ല. ഒരു ആയുർവേദ, ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 900-ഓളം ആയുർവേദ പ്രൊഡക്ഷൻ സെന്ററുകളുണ്ട്. അലോപ്പതി ആകെ 25-30 ഉള്ളൂ. അപ്പൊ ഈ ആയുർവേദത്തിന്റെ ആസവങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, ഇതൊക്കെ ഫർണസ് ഓയിലുണ്ട് അവിടെ. അത് പലരും, താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അപ്പോ ഈ ആയുർവേദ മരുന്നിന് വരെ ഈ പെട്രോളിയത്തിന്റെ വില കൂടിയാൽ വില കൂടും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഗവൺമെന്റ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല.